ഹായ്, നമസ്കാരം എല്ലാവർക്കും. അപ്പോൾ ഇതാ നമ്മൾ കക്കാടംപൊയിലാണുള്ളത്. കക്കാടംപൊയിൽ ഇന്ന് കുറച്ച് ഓഫ് റോഡ് ട്രെയിൽസ് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ്. നമ്മള് വെസ്റ്റിൻ ബ്രോയുടെ കൂടെ ഇന്ന് പൊളിക്കും, വണ്ടി പൊളിക്കുന്ന പറഞ്ഞത്. അപ്പൊ നമ്മള് രണ്ടെങ്കിലും വെച്ച് ഇറങ്ങിയതാണ്. വണ്ടിക്ക് എന്താണെന്നൊന്നും അറിയില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം. വണ്ടി എടുത്തിട്ട് ഇതുവരെ അങ്ങനെ വലിയൊരു ഓഫ് റോഡൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. അപ്പൊ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ, നോക്കാം. എന്താ നമ്മൾ തുടങ്ങലായി, എന്താണ് തുടക്കം, ഒടുക്കം എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും തുടങ്ങിയാണ്. ഇതൊരു ചെറിയൊരു ട്രയലാണ്, നമ്മൾ എന്തായാലും എടുത്ത് നോക്കാം. അത്യാവശ്യം ഉണ്ട് കേട്ടോ, കല്ലുകളൊക്കെ കാണുന്നുണ്ട്, കൊള്ളാം. ബ്രോ നമ്മുടെ ആവേശകരമായ ഫസ്റ്റ് അറ്റംപ്റ്റ് നടത്താൻ പോവുകയാണ്. പോരെ പോരെ വാ, ഇറക്കിട്ട് വന്നായി. പിന്നല്ല നോക്കാട്ടോ നിജിബ്രോ എങ്ങനെ കയറി വരുന്നുണ്ട്. ഈ സൈഡ് കുറച്ച് ടാസ്ക്കാണ്, ആ സൈഡിൽ വേണം കയറി വരാൻ. ഓ പുള്ളി അടിപൊളി അടിപൊളി. ഇതിനാണ് അന്ന് പോയത്, ഇതിനാണ് അന്ന് പോയത്, ഇതിൽ തന്നെ പോയത്. അടിപൊളി. കക്കാടംപൊയിലെ റോഡിലെ കുലുക്കാണ്. ഓടി മടുത്തിട്ടാണ് ഗൈസ് പിന്നീട് വണ്ടി കയറി എടുക്കുന്നത്. ഇതൊന്നുമല്ല, ഇന്ന് നമ്മൾ വേറെ ഓഫ് റോഡ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഫുള്ള് കാട്ടിക്കൂടെ തന്നെ, ഫുൾ കാട്ടെന്ന് പറഞ്ഞാൽ അമ്മായി കാട്ടിക്കൂടെ ഒരു പരിപാടി ഉണ്ട്. ഇത് ചുമ്മാ നമ്മളൊരു ഓഫ് റോഡ്, അതായത് ഒരു വ്യൂ പോയിന്റ് കാണാൻ വേണ്ടി കയറുന്ന, വേറെ ഒന്നുമല്ല, മടുത്ത് ഗൈസ്. അതാണ് നമ്മൾ ആ ഒരു കിടിലൻ സ്ഥലത്തേക്ക് എൻ്റർ ചെയ്യാണ്. കക്കാടംപൊയിലിൽ ഏറ്റവും വലിയ പ്രത്യേകത കാണുന്ന കുരിശാട്ടോ. എല്ലാ മലയിലും ഇവരുകൊണ്ട് കുരിശ് വെച്ചിട്ടുണ്ട്. എന്തിനാന്നാണ് മനസ്സിലാവാത്തത്. നമ്മുടെ ഏരിയ നല്ല കാറ്റുള്ള സ്ഥലമാണ്, നല്ല ഭംഗിയാണ്. കാണിച്ചു തരാം. കിടിലൻ സ്ഥലം, നേരെ എത്തിക്കും. നിങ്ങൾ ആ ഒരു ആകാശം നോക്കി, സ്കൈ കിടിലനാ. ഇവിടുന്ന് ഒരു രക്ഷയില്ല. ഫോറസ്റ്റിന്റെ ജണ്ടൊക്കെ ഉണ്ട്. ശരിക്കും മറ്റേ അതിലല്ലേ ആ കല്ലില് ഹൗസിങ് കട്ടു കേട്ടോ. എന്റെ തട്ടിയത് അവിടെ. നമ്മളങ്ങനെ കുറച്ച് ചെറിയൊരു ഓഫ് റോഡൊക്കെ കഴിഞ്ഞിട്ട്, ചെറുതാട്ടാ, ചെറുത് മീൻസ് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞതാ ഫൈനലി നമ്മളൊരു വ്യൂ പോയിന്റിലെത്തി. അടിപൊളി കാറ്റാണ്, അടിപൊളി കാറ്റ്, നല്ലൊരു സ്ഥലം കേട്ടോ. ഇങ്ങോട്ടാണ് വ്യൂ പോയിന്റ് വരുന്നത്. ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു അഡ്വഞ്ചർ പാർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ, അതിൻ്റെ ഒരു വ്യൂ എല്ലാം കാണാം. ഇത് മറ്റേ അതിരാന്ന് തോന്നുന്നു കേട്ടോ, ഫോറസ്റ്റിൻ്റെ. അതിൻ്റെ മുകളിൽ കയറി നോക്കാം, അടിപൊളി കേട്ടോ. കാറ്റുണ്ട്, കാറ്റ്. വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്യണം, അതാണ് മെയിനായിട്ടുള്ളൊരു ഇത്. ഇതൊരു അഡ്വഞ്ചർ പാർക്കാണ് നമ്മൾ വന്ന വഴിക്കുള്ളത്. കക്കാടംപൊയിൽ ഒരുപാടുണ്ട് കേട്ടോ അഡ്വഞ്ചർ പാർക്ക്സ്. ഫാമിലി ആയിട്ടൊക്കെ വന്ന് നിൽക്കാനാണെങ്കിൽ ഇഷ്ടംപോലെ പ്ലേസസ് ഉണ്ട്. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കാണാം. അതിൻ്റെ മുകളിലുള്ള കേട്ടോ, താഴോട്ട് നോക്കിയാൽ പാർക്കും നമ്മൾ വന്ന വഴിയെല്ലാം കാണാം. കുറച്ച് ഫോർ വീലില്ലാണ്ട് കയറി വരില്ല, അങ്ങനത്തെ റോഡാണ്. അപ്പോൾ നമ്മൾ കുറച്ച് കാട്ടിൻ്റെ ഉള്ളിലേ പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വേറെ അടിപൊളി ഓഫ് റോഡിങ് ആണ് ഇന്നത്തെ പ്ലാന്.
ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെച്ചെന്നുള്ളൂ. ഒന്ന് പെട്രോൾ ഡീസൽ അടിക്കാൻ പോയുണ്ട്, എണ്ണ അടിച്ചില്ലായിരുന്നു. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ആക്കണം. അപ്പോൾ എന്തായാലും അടുത്ത കാഴ്ചകൾ നമുക്ക് കാണാം കേട്ടോ. നല്ലൊരു വ്യൂ പോയിൻ്റാണ്. എന്താ വണ്ടി അതാ സെറ്റായിരിക്കുന്നുണ്ട്. എന്നാൽ നമ്മളെ ബെസ്റ്റ് ഇമ്രാനെ കൊണ്ട് വണ്ടി അടിപ്പിക്കുവാണ്. ആളുടെ വണ്ടി ഒരു രക്ഷയില്ലാത്ത വണ്ടി കേട്ടോ. അതുപോലെ ലിഫ്റ്റ് ചെയ്തൊരു വണ്ടിയാണ്. ഞാൻ എന്തായാലും എടുത്ത് നോക്കാൻ പറഞ്ഞു വണ്ടി. വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്യണം കേട്ടോ. വണ്ടി അടിയെല്ലാം തട്ടുന്നുണ്ട്. കുറച്ചും കൂടി ലിഫ്റ്റ് ചെയ്തേ പറ്റും വണ്ടി. നമ്മളിത് ഫസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് കയറുക കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. മറ്റേ വണ്ടീൻ്റെ അത്ര പോലെ ഹൈറ്റ് ഇല്ല, അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തായാലും വണ്ടി പൊക്കിയേ പറ്റും കേട്ടോ. ഞാൻ എന്തായാലും ലീഫ് പെൻ്റടിച്ച് പൊക്കാൻ പോവാണ്. വണ്ടി ഒരു അടാറ് സാധനമായിരിക്കണം, പോങ്ങിയിരിക്കണം വണ്ടി. അതെന്തായാലും ഞാനിതാ തിങ്കളാഴ്ച ഞാൻ കൊണ്ടുപോയി ലീഫ് പെൻ്റടിക്കാൻ വെക്കുകയാണ്. ബാക്കി നമുക്ക് വരുന്നിട്ട് വെച്ച് കാണാം. നമ്മളെ വണ്ടി പൊക്കാനുള്ള ഡിസിഷൻ ഒറ്റയടിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഓഫ്റോഡ് കഴിയുമ്പോൾ എന്താ അവസ്ഥ അറിയാം. ഇപ്പൊ സൈലൻസറെ പൊട്ടിയിട്ടുള്ളൂ, വേറെ എന്തൊക്കെ പൊട്ടുമെന്നൊന്നും അറിയാം. നോക്കാം നമുക്ക്, സാറില്ല എല്ലാം റെഡിയാക്കാം. കാട്ടിനും കൂടെ കയറി അങ്ങനെ അതാണ് അല്ല അതിനേക്കാ ഒഴുകി ചാടുന്ന ഒരു രസമുണ്ട്. ഇവിടെയാ അല്ല പാമ്പം കടിച്ചു മരിക്കല്ലോ. റിസ്ക് അല്ലേ? റിസ്ക് ആണ്. ഇതൊരു ചെറിയൊരു ഓഫ് റോഡ് ട്രയൽ കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാണ്. ഇന്ന് നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ കയറാനുണ്ട്. ഇന്ന് വണ്ടി പൊളിക്കുന്ന ദിവസം കേട്ടോ. എന്തായാലും നോക്കാം നമുക്ക്. നമ്മുടെ ഫസ്റ്റ് വ്യൂ പോയിന്റ് കണ്ടിരിക്കുകയാണ്. അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ ജംഗിൾവാലിക്ക് പോകുന്നത്. ജംഗിൾവാലി കഴിഞ്ഞ് നമ്മൾ കക്കാടംപോയിന്ന് പൂവാറന്തോട്ടിലേക്ക് ഒക്കെ ഫോറസ്റ്റ് കൂടെ ഒരു റൈഡുണ്ട്. വണ്ടി പൊളിക്കും. സ്ഥലം അവിടെ ചിലപ്പോൾ വണ്ടി പൊളിയും, ചിലപ്പോൾ വണ്ടി മറിയും, സംഭവിക്കാം. എന്റെ വീട് ഓക്കെ. വണ്ടിയിൽ ഡീസൽ കുറച്ച് കുറവാട്ടോ. നമുക്കിനി പെട്രോൾ പമ്പ് എന്ന് പറയുന്നത് ഇനി അങ്ങോട്ട് പോകാനുണ്ട്, നല്ല ഡിസ്റ്റൻസ് ഉണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് എവിടെന്നെങ്കിലും കുറച്ച് ബ്ലാക്കിൽ ഡീസൽ വാങ്ങിയിട്ട് ഒഴിച്ചിട്ട് വേണം ഇനി അടുത്ത ഓഫ് റോഡ് കയറാൻ. അത് അത്യാവശ്യം ഡിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും ഡീസൽ വാങ്ങിയിട്ട് വരാം. എല്ലാവരും വിശ്വസിച്ച ജീവിതം അവസാനം അങ്ങനെ ആവും. പക്ഷേ ചേട്ടൻ 600 രൂപയ്ക്ക് ഞങ്ങളെ വിശ്വസിക്കുക. ഞങ്ങൾ അവിടെ അങ്ങാടിയിൽ പോയിട്ട് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്ത് ഞങ്ങൾ പൈസ മേടിച്ചിട്ട് ഞങ്ങൾ വരും, ചേട്ടന് തരും. പോകട്ടെ, തിരിച്ചെടുക്കണ്ടേ? അങ്ങനെയൊന്നും പറയില്ല ചേട്ടാ. ഞങ്ങൾ ചേട്ടനെ പറ്റിക്കുന്ന ചേട്ടന് തോന്നുന്നുണ്ട്. 40 കൊല്ലമായി പുസ്തകം കൊണ്ടിരിക്കുന്നു. ഒരു 40,000 ആൾക്കാരെ എനിക്കറിയാം. അവരുടെ എല്ലാ പേരും എന്റെ ബുക്കിലുണ്ട്. പറ്റിച്ചു പോയോ? പക്ഷെ അവരെപ്പോൾ ഞങ്ങൾ പറ്റിച്ചു പോകും? ഒരിക്കലും ഞങ്ങൾ ചേട്ടന് പൈസ തിരിച്ചു കൊണ്ട് തന്നിട്ടേ പോകുള്ളൂ. ചേട്ടൻ്റെ 600 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഒന്നും ആവുമില്ല. അങ്ങനെയാ എല്ലാരും പറയുന്നത്. എന്നെ ചേട്ടാ, ചേട്ടൻ ഇങ്ങനെ കണക്കിലിങ്ങനെ ഇതായിരിക്കല്ലേ? നമുക്ക് ശരിയാക്കാൻ ലോകം കാണാതെ
മാത്രം പഠിച്ച 10 മനസ്സിലായി കേട്ടാ, അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കുന്നതാണ്. ഒരുപാട് പേര് പഠിച്ചത്. അതെ, നമുക്കും ഇതേ അനുഭവങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ചേട്ടൻ എന്തായാലും 600 രൂപ ഞങ്ങൾ പറ്റിക്കരാം. ഞങ്ങളുടെ അടുത്ത് ഇപ്പൊ കയ്യിലാ ക്യാഷ് ഇല്ലാത്തതുകൊണ്ട് അവിടെ പോയി അങ്ങാടി പോയി ഗൂഗിൾ പേ ചെയ്ത് ഞങ്ങൾ ആരുടെ നിന്ന് പൈസ മേടിച്ചിട്ട് വന്നിട്ട് ചേട്ടനെ തരും. വിശ്വാസം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിട്. എനിക്ക് പിടിച്ചേക്കാൻ പറ്റില്ല ചേട്ടൻ അങ്ങനെ പറയരുത്. ചേട്ടൻ മനസ്സ് സമ്മതിച്ച് വിട്ടാലേ ഞങ്ങൾ പോകുള്ളൂ. ഏതെങ്കിലും വണ്ടിയിൽ ചെയ്ത് സെറ്റാകും. ചെലവും ചാതാറുണ്ട്. പിന്നെ അതെന്തായത് നമ്മള് തിരിച്ച് പെട്രോളിന്റെ ഡീസലിന്റെ ക്യാഷ് എടുക്കാൻ വന്നാട്ടോ. ഞാൻ അടുത്ത മല നമ്മളിതാ രണ്ടാമത്തെ ഓഫ് റോഡിലേക്കുള്ള യാത്രയിലാട്ടാ. പൂവാറന്തോട് എന്ന് പറഞ്ഞ സ്ഥലം, അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കക്കാടംപൊയില് കേറിക്കൊണ്ടിരിക്കുന്നത്. ഇത് കുറച്ച് എക്സ്ട്രീം ഓഫ് റോഡാണ്. നമുക്ക് പോയി നോക്കാം എന്താവും. അതല്ലേ ബാക്കി ശേഷം ശ്രീനിവാസൻ പറഞ്ഞ പോലെ കാണുന്നില്ലല്ലോ കുഴിയായിട്ട് പൊങ്ങി വരുമ്പോ. 4 വീല് ചെയ്തവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് വരുന്ന അന്ന് തന്നെ ഇങ്ങോട്ട് ആദ്യമായിട്ട്. നല്ല രസമായിരുന്നു. ബസ് 2 വണ്ടിയൊക്കെ ഉണ്ട്. ചെറിയൊരു തോട് വന്നിട്ടുണ്ട്. ഞാൻ പണ്ട് വന്ന സമയത്ത് ഇവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. മറ്റേ വണ്ടിയും കൊണ്ട് എന്തായാലും നമുക്ക് കയറി നോക്കാം. ഇവിടെ ഒന്നും ഓഫ് റോഡ് ഇല്ല. ഓഫ് റോഡ് നല്ല രീതിയിൽ പറഞ്ഞാൽ കാട്ടി കയറി കഴിഞ്ഞാൽ അതാ ഇവിടെ പോവാണ്. പച്ചിരപ്പാമ്പിനെ കാണാൻ ചെറിയൊരു റിവർ ക്രോസിങ് ഒന്നും പറയാനില്ല. ചെറിയൊരു തോടാണ്. അത് ഇറക്കാട്ടോ. ഈ വഴി നമ്മൾ മറ്റേ വണ്ടി 4 വീല് ചെയ്ത സമയത്ത് ഫസ്റ്റ് ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലം കേട്ടോ, കക്കാടംപൊയിൽ. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ പക്ക ഫോറസ്റ്റ് ആണ്. ഇതിപ്പോൾ ഫുള്ള് കൃഷിത്തോട്ടങ്ങളാണ് കേട്ടോ. ഇവിടെയും 4 വീല് വണ്ടി പോവും. ഇവിടെ 2 വീല് വണ്ടി പിന്നെ വരും. പക്ഷെ തിരിച്ച് കയറണമെങ്കിൽ 4 വീല് ആവശ്യമാണ്. അങ്ങനെയുള്ള സ്ഥലമാണ്. അപ്പോൾ ഇവിടുന്ന് കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ പക്ക ഫോറസ്റ്റാണ്. ഇനി അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. മറ്റേ വണ്ടിയും കൊണ്ട് പോയതാണ്. ഈ വണ്ടിയും കൊണ്ടും എന്തായാലും നമുക്ക് പോയി. ഫുള്ള് കാപ്പിത്തോട്ടാണ്. ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ഫുള്ള് കാപ്പിത്തോട്ടാണ്. എല്ലാം ഉണ്ട്. ഈ വഴിയെല്ലാം ഞാൻ വന്നതാണ്. വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. എന്നാലും ഇപ്പോൾ ഓർമ്മയുണ്ട് കേട്ടോ. എൻ്റെ സ്റ്റോറീസിൽ എവിടെയെങ്കിലും ഉണ്ടോ ഹൈലൈറ്റിൽ ആ വണ്ടിയും കൊണ്ട് വന്നത്. ഇത് ഞാൻ എന്തായാലും പണിയാൻ പോവാണ് ബ്രോ. ഈ വണ്ടി എന്തായാലും ഒരു ഓഫ് റോഡ് ബമ്പർ കയറ്റുന്നുണ്ട്, ഹൈറ്റ് കൂട്ടുന്നുണ്ട്. കുറച്ച് അല്ലറ ചില്ലറ പണി എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴാണ് വണ്ടീൻ്റെ എന്തൊക്കെ വേണമെന്നുള്ളത് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ ഇതാ നമ്മൾ ഫോറസ്റ്റിൻ്റെ അകത്ത് കയറാൻ പാടില്ല. പക്ഷെ നമുക്ക് കുഴപ്പമില്ല. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല. ഇവിടുന്ന് അങ്ങോട്ട് ഫോറസ്റ്റ് തുടങ്ങി. ഇനി അങ്ങോട്ട് ഇതാ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കാടാണ്, കാട്, പെരുങ്കാട്. ഇതിനകത്തോട് വേണം നമുക്ക് പോകാൻ. ഒരു യമണ്ട മരലുണ്ട് കേട്ടോ. വനത്തിനുള്ളിൽ പ്രവേശിക്കുന്നത് നല്ലതല്ല, അതുകൊണ്ട് കയറുന്നില്ല.
അത്യാവശ്യം നല്ല കാടാണ് കേട്ടോ. പിന്നെ ഇതിൽ ഒരിക്കലും ഒറ്റയ്ക്ക് വണ്ടിയും കൊണ്ട് വരാൻ റെക്കമെൻഡ് ചെയ്യില്ല. കൂടെ വേറൊരു വണ്ടിയും കൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ വണ്ടി പെട്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് ഇല്ല, ഒരാളുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ വരുന്നുണ്ടെങ്കിൽ എന്തായാലും ടീമായിട്ട് വരാം. 2-3 വണ്ടി ഒന്ന് കെട്ടിവലിക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടാണ് വരാൻ. അതുപോലെ കാട്ടാനകളെല്ലാം കുറേ ഇറങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ എല്ലാവരും വരുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുത്തിട്ടാണ് വരാൻ കേട്ടോ. നല്ല രസമാണ് കാടിൻ്റെ നിശബ്ദതയും അതിനകത്ത് നമ്മുടെ വണ്ടീൻ്റെ ഇങ്ങനെ സൗണ്ട് മാത്രം, എൻജിൻ സൗണ്ട് മാത്രം ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഇങ്ങനെയുള്ള ഓരോ ടെറൈൻസിൽ പോകുമ്പോഴാണ് നമുക്ക് വണ്ടിക്ക് എന്തൊക്കെ കുറവുകളുണ്ട്, എന്തൊക്കെയാണ് വണ്ടിയുടെ എന്തൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു ബോധ്യം വരിക. അപ്പോൾ ഈ ഒരു ട്രിപ്പിലാണ് എനിക്ക് കുറച്ചുകൂടി ലിഫ്റ്റ് ചെയ്യണം എന്നുള്ളത് തോന്നി കേട്ടോ. ഇവിടുന്ന് താഴോട്ടുള്ള പോർഷൻ എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല ടാസ്ക് ആയിരുന്നു. ഫുള്ള് പാറക്കല്ലുകളും അതുപോലെ വെള്ളം പോയിട്ട് വലിയ ചാലുകളൊക്കെ ആയിട്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരുന്നു. വണ്ടി അതിനകത്ത് പോയി കഴിഞ്ഞാൽ ബോഡി അതിനകത്ത് തട്ടും. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് കുറച്ച് ടാസ്ക് ആയിരുന്നു നമുക്ക് ഇറക്കിക്കൊണ്ട് പോകാൻ. എന്നാലും ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ടെറൈൻ.
വണ്ടിയിലിരുന്ന് നോക്കുമ്പോൾ നമുക്ക് ഒരു തീവ്രത തോന്നൂലെങ്കിലും ഇതാ നേരിട്ട് നമ്മൾ നടന്നിറങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു ആഴം മനസ്സിലാകുന്നത്. അത്യാവശ്യം നല്ല ടാസ്കുകളുണ്ട് കേട്ടോ. അതില് കല്ലക്കെട്ട് കല്ലക്കെട്ട്. ഇങ്ങോട്ട് 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 ഇങ്ങോട്ട്. ഗൈസ് നമ്മുടെ വണ്ടി കുടുങ്ങിയിരിക്കുകയാണ് ഗൈസ്. വാ വാ പെട്ടെന്ന് വാ പെട്ടെന്ന് വാ 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 വാ. ചവിട്ടല്ലേ വണ്ടി ചവിട്ടല്ലേ വാ. ഓ യെസ്. ഓട്ടെ ഓട്ടെ. ഇങ്ങോട്ട് എടുത്ത വണ്ടി എടുത്തു വാ. ചവിട്ടി നിർത്തല്ല, എടുക്കെടുക്ക്. അളിയാ വണ്ടി ചവിട്ടി എടുക്കരുത്, ഒറ്റ എടുക്കല്ലെങ്കിൽ പോരണം. അങ്ങോട്ട് കയറില്ല അങ്ങോട്ട് കയറില്ല. തിരിച്ചടി. ആ തിരിച്ചടി തിരിച്ചടി. നിർത്ത നിർത്ത. ഗൈസ് ഞങ്ങൾ പെട്ടു ഗൈസ്. ഇതാ അവിടെ ബോഡിയെ തട്ടാണ്ട് എങ്ങനെയും എടുക്കണം. വണ്ടി എത്ര ഡിഗ്രി ചരിഞ്ഞിട്ടുണ്ടാവും? ഒരു 30 ഡിഗ്രി ഉണ്ടാവില്ലേ? 30 മുകളിൽ ഉണ്ടാവും അല്ലേ? 30 ഡിഗ്രിക്ക് മുകളിൽ ചെരിഞ്ഞാണ് വണ്ടി നിൽക്കുന്നത് കേട്ടോ. കാണിച്ചു തരാം. ഇവിടെ നോക്കി ഞങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവില്ല. താഴെ കാണിച്ചു തരാം. അങ്ങനെയാണ് വേണം വണ്ടി എടുക്കാൻ.
അങ്ങനെ ഈ റോഡിന്റെ എൻഡിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഓഫ് റോഡിങ് എക്സ്പീരിയൻസ് ഇതാ ഇവിടെ അവസാനിക്കാം കേട്ടോ. നമ്മൾ എന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ എടുത്തതിൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടെറൈനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ ഇങ്ങനൊരു സ്ഥലം സജസ്റ്റ് ചെയ്തതിനും എന്താ പറയുക സപ്പോർട്ട് ചെയ്തതിനും വീഡിയോ പിടിച്ചത് ഫുള്ള് ബെസ്റ്റ് ബ്രോയാണ്. ഓടി നടന്ന് വീഡിയോ പിടിച്ചു. അപ്പോൾ എല്ലാത്തിനും ഒരുപാട് താങ്ക്സ്. പിന്നെ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഇനി അങ്ങോട്ട് കുറച്ച് ഓഫ് റോഡിങ് വീഡിയോസ് ആയിരിക്കും കേട്ടോ. ഞാൻ ഇപ്പോൾ ഇനി നിലമ്പൂർ ഭാഗത്തൊക്കെയാണ് പോകുന്നത്. അവിടെയൊക്കെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ, സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.